ജനുവരി 6 ലോകത്തിലെ സംഗീതപ്രേമികൾ ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിനം. സംഗീത ലോകത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ശൈലിയുടെ ഉടമയായ, ഏവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സംഗീത സംവിധായകൻ ശ്രീ AR റഹ്മാൻ്റെ ജന്മദിനമാണ് ജനുവരി 6. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് യാത്രാവണ്ടി ഒരു ചെറു വീഡിയോ തയ്യാറാക്കുന്നു. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. മലയാള തമിഴ് സംഗീത സംവിധായകനായ ശ്രീ RK ശേഖറിൻ്റെയും കരീമയുടെയും മകനായി 1966 ജനുവരി 6 തമിഴ്നാട്ടിലെ മദ്രാസിൽ, അതായത് ഇപ്പോഴത്തെ ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 9-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം വളരെ കഷ്ടപ്പെട്ടായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. പിതാവിൻ്റെ വാദ്യോപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്താണ് കുടുംബം കഴിഞ്ഞിരുന്നത്. വിവിധ സ്കൂളുകളിൽ പഠനം നടത്തിയെങ്കിലും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം വിദ്യാഭ്യാസം തുടരാൻ AR റഹ്മാന് കഴിഞ്ഞില്ല. എങ്കിലും സംഗീതത്തിനോടുള്ള അഭിരുചി കാരണം റഹ്മാന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. സംഗീത മേഖലയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചപ്പോൾ പഠനവും സംഗീതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും പഠനം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇക്കാലത്ത് ശിവമണി, ജോൺ അന്തോണി രാജ തുടങ്ങിയ ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം റൂട്ട്സ് പോലെയുള്ള സംഗീത ട്രൂപ്പുകളിൽ കീബോർഡ് വായനക്കാരനായി പ്രവർത്തിച്ചു. വിവിധ സംഗീതോപകരണങ്ങളിൽ നിപുണനായിരുന്ന AR റഹ്മാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സിന്തസൈസർ ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സംഗീതത്തിൻ്റെയും സാങ്കേതികതയുടെയും ഉത്തമ ഒത്തുചേരലാണ് സിന്തസൈസർ. MS വിശ്വനാഥൻ, സാക്കിർ ഹുസൈൻ, കുന്നക്കുടി വൈദ്യനാഥൻ, L ശങ്കർ എന്നിവരുടെ കൂടെയും അദ്ദേഹം സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ലണ്ടനിലെ സംഗീത കോളേജിൽ സ്കോളർഷിപ്പ് ലഭിക്കുകയും അവിടെ പാശ്ചാത്യ ക്ലാസിക് സംഗീതത്തിൽ ബിരുദം നേടുകയും ചെയ്തു. 1984 സഹോദരി രോഗബാധിതയായ അവസരത്തിൽ ഖാദിരിയ തരീഖത്തിനെക്കുറിച്ച് അറിയുകയും അതിൽ ആകൃഷ്ടനായി 1989 തൻ്റെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹവും കുടുംബവും ഇസ്ലാം മതം സ്വീകരിക്കുകയും ദിലീപ് കുമാർ എന്ന തൻ്റെ പേര് മാറ്റി അള്ളാ രഖാ ഖാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം സംഗീത സംവിധാനം നിർവഹിച്ചത്. മലയാളികളായ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണിത്. 1992 സംഗീത് ശിവൻ സംവിധാനം ചെയ്ത യോദ്ധ ആണ് ആ ചലച്ചിത്രം. ഇതിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. കുനുകുനെ ചെറു കുറുനരികൾ, മാമ്പൂവേ, പടകാളി, ഈ ഗാനമെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പടകാളി എന്ന ഗാനം മോഹൻലാലും ജഗദീഷ് കുമാറും മത്സരിച്ച് പാടി അഭിനയിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽപ്പുണ്ട്. ഇതേ വർഷം തന്നെയാണ് മണിരത്നത്തിൻ്റെ റോജ എന്ന സിനിമയ്ക്ക് AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്യുന്നത്. സിനിമാ സംഗീത ലോകത്തിലെ ഉയർച്ച റോജയിൽ നിന്നും തുടങ്ങി സ്ലം ഡോഗ് മില്യണയർ എന്ന ചിത്രത്തിലൂടെ 2009 ഗോൾഡൻ ഗ്ലോബും ഓസ്കാറും നേടി തല ഉയർത്തി നിൽക്കുന്നു. സ്ലം ഡോഗ് മില്യണറിലെ ജയ് ഹോ എന്ന ഗാനം 2010 ഗ്രാമി പുരസ്കാരവും നേടി. അദ്ദേഹത്തിൻ്റെ കഴിവിനുള്ള അംഗീകാരമായി സംഗീത രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യയിലെ 3ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പുരസ്കാരം നൽകി ഭാരത സർക്കാർ AR റഹ്മാനെ ആദരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് 1997
AR റഹ്മാൻ പുറത്തിറക്കിയ വന്ദേ മാതരം എന്ന ആൽബം വളരെ എളിമയുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് AR റഹ്മാൻ. സമൂഹത്തോടും രാജ്യത്തോടും ഏറെ പ്രതിബദ്ധതയുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ 55-ാം ജന്മദിനത്തിൽ യാത്രാവണ്ടി ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. Have anybody been to Rajasthan in India? Okay, this song actually is from a saint named Khwaja Garib Nawaz. His philosophy in life was to give like the rain. I'm not asking for rain now, but unconditional to everyone, like the rain and blessings, and then like the sunshine to everyone equally. So he believed in universality, and this song is dedicated to him. I think we need prayers and blessings.